ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജനുവരി 11, 2026. ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോ ആണിത്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ മോശപ്പെട്ട ഒരു വീക്കായിരുന്നു. കാരണം കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും, ഈ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ട്രേഡിംഗ് ദിവസങ്ങളിലും നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്ലോസിങ്ങോട് കൂടിയാണ് അവസാനിപ്പിച്ചത്. വീക്കിലി ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഏകദേശം 645 പോയിൻറ്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് നിഫ്റ്റി വരികയായിരുന്നു. നിഫ്റ്റി 50യിൽ മാത്രം ഏകദേശം 2.5% 645 പോയിൻ്റ് കറക്ഷനാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സ് ലെവലുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 500 ആയാലും ബാങ്ക് നിഫ്റ്റിയും ഒരു തരത്തിലൊക്കെ പിടിച്ചിരുന്നെങ്കിലും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രൗൺ സൈഡിലേക്ക് കാണിച്ചു തുടങ്ങി. 1.5% നഷ്ടമാണ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ ഒരളവിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു ശുഭപ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അത് നിലനിർത്താൻ നിഫ്റ്റിക്കോ ബാങ്ക് നിഫ്റ്റിക്കോ മിഡ് ക്യാപ്പിനോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾക്കൊന്നും തന്നെ സാധിച്ചില്ല. പ്രധാനപ്പെട്ട സെക്ടോറിയൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാലും വളരെ നെഗറ്റീവായിട്ടുള്ള ക്ലോസിംഗാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 500 മാത്രം 2.6% ഡൗൺ സൈഡ് വന്നു. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പ് 250 4% നഷ്ടമാണ് ഒരു ആഴ്ച രേഖപ്പെടുത്തിയത്. സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 4.7% നഷ്ടം ഒരാഴ്ച രേഖപ്പെടുത്തി. നിഫ്റ്റി റിയാലിറ്റി 2.8%, അതുപോലെ തന്നെ എനർജിയിൽ 5.1% നഷ്ടമാണ് വീക്കിലി ബേസിസിൽ ഉണ്ടാക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസിൽ 5.8%. കൺസ്യൂമർ ഡ്യൂറബിൾസ് ആസ് എ ഡിഫൻസ് എന്ന് മാത്രമാണ് ചെറിയ രീതിയിലുള്ളൊരു പോസിറ്റീവ്നെസ് കാണിച്ചത്. കെമിക്കൽ ഇൻഡെക്സും ഒക്കെ തന്നെ നെഗറ്റീവാണ്, ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇത്രയും നെഗറ്റീവായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന FII സെല്ലിംഗ് ഇപ്പോഴും തുടരുന്നു. അതിപ്പോൾ ഒരു പുതിയ കാര്യമല്ല. FIIs കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിലാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ റുപ്പി ഡോളർ ഇക്വേഷൻ മാറി മറിഞ്ഞതും പ്രധാനമായിട്ടും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇന്ത്യ, ബ്രസീൽ, അതുപോലെ തന്നെ ചൈനയെ പോലുള്ള രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുതിയ ബില്ലുകൾ അദ്ദേഹം വരുന്നു. പിന്നീട് വെനിസ്വേലയുമായിട്ടുള്ള കരാറുകൾ അറിയാം. വെനിസ്വേലിയൻ പ്രസിഡൻറ്റിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി, പുതിയ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇതൊക്കെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് മോശമാക്കിയെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ബില്ലുകൾ, ട്രംപിന് റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന രാജ്യങ്ങളെക്കെതിരെ ടാരിഫ് ചുമത്താനുള്ള നിയമം അല്ലെങ്കിൽ അധികാരം കൊടുക്കുന്ന ബില്ലുകൾ സെനറ്റിലേക്ക് വരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വെള്ളിയാഴ്ച മാർക്കറ്റിനെ ഒരു പരിധി വരെ നെഗറ്റീവിലേക്ക്. അതായത് ട്രംപിന് അധികാരം കിട്ടുകയാണെങ്കിൽ 500% വരെ ടാരിഫെങ്കിലും ഇന്ത്യക്കും ചൈന, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ് രാജ്യങ്ങളൊക്കെ മുകളിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അനുമാനമാണ് മാർക്കറ്റിന് ഇത്രയും നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ Q3 റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് റിസൾട്ട് സീസണാണ്. IT റിസൾട്ടുകളടക്കം നമുക്ക് വരാനുണ്ട്. ഇനി തിങ്കളാഴ്ച ഒരു കാര്യം കൂടി US കോർട്ടിൻ്റെ കീഴിലുണ്ടായിരുന്നു. ട്രംപ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന തീരുവകൾ, അതായത് താരിഫിന് മുകളിൽ ട്രംപിന് യഥാർത്ഥത്തിൽ അതിന് അധികാരമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു വിധി വരാനുണ്ടായിരുന്നു. ആ വിധി വെള്ളിയാഴ്ച ലോകം മുഴുവനുള്ള മാർക്കറ്റ് ഉറ്റുനോക്കുകയായിരുന്നു. കാരണം ആ ഒരു താരിഫ് ചുമത്താനുള്ള അധികാരം പ്രസിഡൻറ്റിന് ഇല്ല എന്നുള്ള ഒരു വിധി അമേരിക്കൻ കോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞൊരു വർഷമായിട്ട് ചുമത്തിയിരിക്കുന്ന താരിഫുകൾ, അവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്ന പണം ഒക്കെ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു വിധി വന്നേനെ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പണം ട്രഷറിയിലുണ്ട്, അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് വരെയുള്ള പ്രസ്താവനകൾ അവരുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി. പക്ഷേ ഏതായാലും കോർട്ട് അന്നത്തേക്ക് ആ ഒരു വിധി വന്നില്ല. വെള്ളിയാഴ്ച ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു വിധി വന്നില്ല എന്ന് വേണം പറയാൻ. അത് ജനുവരി 14 മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏർണിങ്സിലായിരിക്കും. ഏതായാലും നല്ല ഏർണിങ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിമാർട്ടിൻ്റെ ഏർണിങ്സ് ഇന്ന് ശനിയാഴ്ച വരികയുണ്ടായി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള Q3 ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ Q3 ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബെറ്റർ ദാൻ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിസൾട്ട് തന്നെയാണ് ഡിമാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സോ പോസിറ്റീവ് ട്രിഗറാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത്, നമ്മളെ സംബന്ധിച്ചിട്ട് വെനിസ്വേലയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്.
ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഇന്ത്യക്ക് എവിടെ നിന്നും നമുക്ക് 145 കോടി ജനങ്ങൾ ഇവിടെയുണ്ട്. ഇത്രയും ആൾക്കാരുടെ എനർജി നീഡ്സിന് ആവശ്യമായിട്ട് നമുക്ക് എവിടുന്ന് എണ്ണ നല്ല രീതിയിൽ കിട്ടുന്നോ, അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്നോ, അവിടെ നിന്നും നമ്മൾ അത് വാങ്ങും. അതിന് നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ട്രംപ് നിരന്തരം നമ്മളെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള ഇടപാടിൻ്റെ പേരിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ടാണ്, അതിൽ നിന്നും മാറിയിട്ടില്ല. അതായത് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസണിന് എനർജി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ എവിടെ നിന്ന് നമുക്ക് അഫോർഡബിളായിട്ട് എണ്ണ കിട്ടുന്നു അവിടെ നമ്മൾ വാങ്ങും എന്നുള്ളത് തന്നെയാണ്. സോ അതൊരു പോസിറ്റീവ്, ഇതൊരു പ്രൈമറി ന്യൂസ് എവിഡൻസ് മാത്രമാണ്. വൈറ്റ് ഹൗസിന് പ്രശ്നമില്ല നമ്മൾ വെനസ്വേലിയൻ എണ്ണ വാങ്ങുന്നതിൽ എന്നുള്ളത്. അതുപോലെ ഇതുപോലെ വെനസ്വേലയുടെ ഷിപ്പ് US പിടിച്ചു കൊണ്ടുപോയതിൽ 3 ഇന്ത്യൻകാരുണ്ട്. അവരുടെ വിട്ട് കിട്ടണമെന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമേക്കുള്ള ട്രസ് പാസിങ്, ഗ്രീൻലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ട്രസ് പാസിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളോ മറ്റോ ഇനി അടുത്ത ആഴ്ച വരികയാണെങ്കിൽ അതും മാർക്കറ്റിനെ പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഏണിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് നല്ല നല്ല ഏണിങ്സ് വരാനുണ്ട്. HDFC, TCS പോലുള്ള കമ്പനിയുടെ ഏണിങ്സ് ഈ ആഴ്ച വരാനുണ്ട്. അതും നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ചയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ നമുക്ക് നോക്കാം. IPOകൾ വരാനുണ്ട്. തിങ്കളാഴ്ച ഇന്ത്യ അവാന ഇലക്ട്രോ സിസ്റ്റം, അതുപോലെ തന്നെ നർമ്മദേശ് ബ്രാസ് ഇൻഡസ്ട്രീസ് 2 IPOകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. HCL ടെക്കിൻ്റെയും TCSൻ്റെയും റിസൾട്ടാണ് തിങ്കളാഴ്ച. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ബേസിലുള്ള ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ അന്ന് വരുന്നുണ്ട്. സോ തിങ്കളാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ജനുവരി 13 ഗ്രീ റിന്യൂ എനോടെക് ഇൻഡോ SMCയുടെ IPO വരുന്നു. HDIL, ICICI ലൊംബാർഡ്, ജസ്റ്റ് ഡയൽ, ടാറ്റ എലക്സി റിസൾട്ടുകൾ വരുന്ന ദിവസമാണ്. US ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, അതായത് ഡിസംബർ മാസത്തെ ഡാറ്റ വരുന്നു. ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ HDFC AMC, ഇൻഫോസിസ്, അതുപോലെ തന്നെ HDFC AMC, ഇൻഫോസിസ്, നെറ്റ്വർക്ക് 18 3 കമ്പനിയുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് മാനുഫാക്ചറിങ് ഡാറ്റ അന്ന് വരുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് Paytm, അതുപോലെ തന്നെ Paytm, Angel One പോലുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട്. Paytm, അതുപോലെ തന്നെ Angel One. UK മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നു. UK മന്ത്ലി GDP ഡാറ്റ വരുന്നു. ഇതിന് പുറമെ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്ക്, L&T ഫൈനാൻസ്, പോളിക്യാപ്പ്, പൂനാവാല ഫിൻകോർപ്പ്, ടാറ്റ ടെക് മഹീന്ദ്ര, അതുപോലെ തന്നെ വിപ്രോ, ഇത്രയും വലിയ കമ്പനികൾ, ഞാൻ ലാർജ് ക്യാപ്പും നിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ്, പിന്നെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നു. സോ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ അസംഷൻ എടുത്ത് നടക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് കുറച്ചു, GDPയിൽ നമ്മുടെ GSTയിൽ കട്ട് വന്നു. കൂടുതൽ മെഷേഴ്സ്, ഇപ്പം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ EPFൻ്റെ കാര്യം ഇപ്പോൾ 15,000 വരെ സാലറി ലിമിറ്റുള്ളവരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് 25,000 മുതൽ 30,000 വരെ ആക്കുമെന്നുള്ള അസംഷൻ വന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് അത് നടപ്പിലാക്കാൻ പോയതാണ്, പിന്നീട് എതിർപ്പുകൾ കാരണം പെൻഡിങ് വെച്ചതാണ്. അത് ഈ ഒരു ബഡ്ജറ്റിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. 25,000 മുതൽ 30,000 വരെ സാലറി സീലിംഗ് ഉള്ളവർക്ക് EPF പ്രൊവിഡൻറ്റ് ഫണ്ട് നിർബന്ധമാക്കണമെന്നുള്ള നിയമം വരാൻ സാധ്യത. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടും, കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പല മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നുള്ള അനുമാനവും ഇന്ത്യയിൽ. അതുകൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രീ ബഡ്ജറ്റ് റാലി തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മാക്രോ ലെവൽസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിലെ നെഗറ്റീവിലാണുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച ഈ ഒരു ജനുവരി 14 വരുന്ന അമേരിക്കൻ കോർട്ടുകളുടെ ട്രംപിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അടുത്ത ആഴ്ച സെനറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന പാർട്ടീഷൻ ബില്ല്, ട്രംപിന് കൂടുതൽ താരിഫുകൾ ചുമത്താനുള്ള അധികാരം കൊടുക്കുന്ന ബില്ല്, ഇത് രണ്ടും ആഗോള മാർക്കറ്റുകളിൽ ഫോക്കസിലായിരിക്കും. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവാണ്. പ്രധാനപ്പെട്ട ഡെയിലി മൂവിങ് ആവറേജിന് മുകളിലും എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിനും ഒക്കെ താഴെയാണ് നിഫ്റ്റി ഉള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,683 ഒരു ചെറിയ ബൗൺസ് ബാക്കിനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓവർസോൾഡാണ് മാർക്കറ്റ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, കാരണം 20 ദിവസത്തെ DMA 26,034, 50 ദിവസത്തെ DMA 25,963, 10 ആഴ്ചത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 25,993.
30 ആഴ്ചത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് 25,373 RSI നോക്കുകയാണെങ്കിൽ 38.55 എനിക്ക് തോന്നുന്നു അത്ര വലിയ നെഗറ്റീവ് ന്യൂസുകളൊന്നും തന്നെ വന്നില്ല എങ്കിൽ നിഫ്റ്റിയിലൊരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ ബൗൺസ് ബാക്ക് നീണ്ടു നിൽക്കുമെന്നല്ല, ആ ബൗൺസ് ബാക്ക് ഒരു അവസരത്തിൽ 25,850 26,000 വരെയെങ്കിലും പോകാനുള്ള ഒരു 180 പോയിൻ്റ് റാലി, ഷോർട്ട് ടേം റാലി നമുക്ക് ആ ഒരു പോയിന്റുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,450 25,550 ഇടയിലുള്ള ഒരു 100 പോയിൻ്റാണ്. പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് ഡാറ്റകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ എടുത്തതിന് ശേഷം വന്നിരിക്കുന്ന കറക്ഷനാണിത്. സോ ടെക്നിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. 50 ദിവസത്തെ മൂവിങ് EMA, അതുപോലെ തന്നെ 20 ദിവസത്തെ EMA ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത്. സോ 25,900 ടു 26,000 വരെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ 25,950 വരെയുള്ള ഒരു സോണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2.52% ഡൗൺ സൈഡോടുകൂടിയാണ് പ്രീമിയം ക്ലോസിങ് വന്നിരിക്കുന്നത്. കുമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും 24.96% വർധനവ് കാണിക്കുന്നുണ്ട്. അത് ഷോർട്ട് ബിൽഡപ്പാണ്. സോ എക്സ്പയറി ഫ്യൂച്ചർ പ്രീമിയം നോക്കുകയാണെങ്കിൽ മീൻസ് നിയർ എക്സ്പയറി ഫ്യൂച്ചർ പ്രീമിയം നോക്കുകയാണെങ്കിൽ 105 പോയിൻ്റ് വ്യത്യാസം. സോ വീക്കിലി എക്സ്പയറി ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് കോൾ റേഷ്യോ 0.48 ആണ്. ഏറ്റവും കൂടുതൽ റൈറ്റേഴ്സ് ഉള്ളത് 26,050 സ്ട്രൈക്കിലാണ്. സോ മന്ത്ലി സീരീസിൻ്റെ PCR 0.89 ആണ്. ഇപ്പോഴത്തെ വീക്കിലെ ഈ ഒരു സീരീസിനെ നോക്കുകയാണെങ്കിൽ 25,900 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കോൾ റൈറ്റേഴ്സ്, 26,000 അതുപോലെ തന്നെ പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 25,500, അതുപോലെ തന്നെ 25,400 സ്ട്രൈക്കിലാണുള്ളത്. അപ്പോൾ ഇതൊരു റേഞ്ച് കാണിക്കുന്നത് 25,900 മുതൽ 25,950 ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ 25,400, 500 ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു. ഇനി 25,400 താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. കുറച്ചുകൂടി ഡീപ്പ് കറക്ഷൻ നിഫ്റ്റിയിൽ വന്നേക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 1.5% നഷ്ടമാണ് കഴിഞ്ഞ ഒരാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിലും ICICI ബാങ്ക് പിടിച്ചിരുന്നു, പക്ഷേ ICICI ബാങ്കും അവസാനം സറണ്ടർ ചെയ്തതായിട്ടാണ് കാണുന്നത്. സോ വീക്കിലി RSI ഇപ്പോഴും 60 മുകളിലാണ്. കറക്ഷൻ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. മൊമെൻറ്റം ഇപ്പോഴും ഒരു സബ്ഡ്യൂഡ് ആയിട്ടുണ്ട്. സോ അടുത്തൊരു റേഞ്ച് എന്ന് പറയുന്നത് 59,800 ടു 59,900 ഒരു ഹഡിലായിട്ട് നിയർ ടേമിൽ വന്നേക്കാം. അതുപോലെ തന്നെ 59,900 മുകളിലുള്ള ഒരു ക്ലോസിങ് മാത്രമാണ് നമുക്കൊരു ലീഡിങ് റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 60,500 വരെയെങ്കിലും പോയേക്കാം. അതേസമയം ഡൗൺ സൈഡിൽ 58,700, 750 ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട്സാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 2 ബാങ്കുകൾക്ക് മാത്രമാണ് കുറച്ച് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നത്. ഒന്ന് IDFC ഫസ്റ്റ് ബാങ്കാണ്, ഒന്ന് AU ബാങ്കാണ്. അതുപോലെ തന്നെ വീക്കനായിട്ടുള്ള സ്റ്റോക്ക് എന്നത് HDFC ബാങ്കാണ്. അപ്പോൾ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി ഡെറിവേറ്റീവ് ഡാറ്റ ഞാൻ കൂടുതലായി പറയുന്നില്ല. സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സെക്ടോറിയൽ ഇൻഡെക്സിൽ നിഫ്റ്റിയുടെ വ്യൂസും ഞാൻ ദീർഘമായിട്ട് പറയുന്നത് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിലേക്ക് പോകാം. കാരണം വീഡിയോ ഒരുപാട് പോയേക്കാം. സ്ട്രെങ്തൻ ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ മാത്രം സൂചിപ്പിക്കാം. അതായത് മിഡ് ക്യാപ്പിൽ സ്ട്രെങ്തൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അശോക് ലാലൻഡ്, AU ബാങ്ക്, ഇൻഡസ് ടവറാണ്. വീക്കനിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് മസ്ദാവ് ഡോക്ക്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇറിഡ, അതുപോലെ തന്നെ CG. ഇറിഡയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് മോശമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിങ്കളാഴ്ച ചിലപ്പോൾ ഒരു മൊമെൻറ്റം കാണിക്കാൻ സാധ്യതയുണ്ട്. CG പവറും കുറച്ച് വീക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പിൽ ആർക്കോ സിമെൻറ്റും, റാംകോ സിമെൻറ്റും, അതുപോലെ തന്നെ നാഷണൽ അലൂമിനിയം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അതേസമയം വീക്കനായിട്ടുള്ള സ്റ്റോക്ക് ആസ്റ്റർ മെഡിക്കലും, ബാറ്റ ഇന്ത്യയും, അതുപോലെ തന്നെ മഹാനഗർ ഗ്യാസുമാണ്, MGL. ഓട്ടോസ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ വ്യൂ സ്ട്രെങ്തൻ ആയിട്ടുള്ള സ്റ്റോക്ക് എന്നത് ഐഷർ മോട്ടോഴ്സും അശോക് ലാലൻഡും മാത്രമാണ്. വീക്കനായിട്ടുള്ള സ്റ്റോക്ക് എന്നുള്ളത് TII ഇന്ത്യ, അതുപോലെ തന്നെ TMPV ആണ്. നിഫ്റ്റിയുടെ FMCG ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടി വരുന്നു. സ്ട്രെങ്തൻ ഫീൽ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാരിക്കോ, അതുപോലെ തന്നെ നെസ്ലെ ഇന്ത്യ, ഗോദ്രേജ് പ്രോപ്പർട്ടീസാണ്.
വീക്കണായിട്ടുള്ള FMCG സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ITCയും അതുപോലെ തന്നെ കോൾപാലുമാണ്. കോൾപാലിൽ ചെറിയ രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. അത് പിക്കപ്പ് ചെയ്യുമോ എന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ സ്ട്രെങ്തനായിട്ടുള്ള സ്റ്റോക്കുകളില്ല. അതേസമയം വീക്കനായിട്ടുള്ളത് അദാനി ടോട്ടൽ ഗ്യാസ്, MGL, ONGC പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. IT സ്ട്രെങ്തനായിട്ടുള്ള സ്റ്റോക്ക് HCL ടെക്കാണ്. തിങ്കളാഴ്ച റിസൾട്ടാണ്. വീക്കനായിട്ടുള്ളൊരു സ്റ്റോക്ക് LTTS ആണ്. LTTS, മൈൻട്രി സ്റ്റോക്കുകൾ. എംഫസിസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. എംഫസിസിലെ ഒരു മൊമെൻറ്റം വെള്ളിയാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ എംഫസിസ് എനിക്ക് തോന്നുന്നു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മെറ്റലിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലൂമിനിയം, ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള സ്റ്റോക്ക് ആ സെക്ടറിൽ വെൽസ്പൻ കോർപ്പാണ്. ഇനി ഫാർമ സെക്ടറിൽ സ്ട്രെങ്തൻ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ആൽക്കം ലാബാണ്. അതുപോലെ വീക്കനായിട്ടുള്ളൊരു സ്റ്റോക്ക് ഇപ്ക ലാബും നാറ്റ്കോ ഫാർമയാണ്. ഫാർമ ഇൻഡെക്സിൻ്റെ ഒരു ബ്രേക്കൗട്ട് ബൈങ് ഇൻട്രസ്റ്റ് ഒരു 52 വീക്സ് ഹൈയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമാണ് ആ ഒരു ബ്രേക്കൗട്ട് ഫെയിലായി പോയത്. സോ അടുത്തൊരു സോണ് 23,000-ഉം 23,050-നും ഒരു ഇമ്മീഡിയറ്റ് ഹഡിലായിട്ട് നിഫ്റ്റി ഫാർമയിൽ നിൽക്കുന്നു. അതേസമയം 23,000 അതുപോലെ തന്നെ 22,300 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് സാധ്യത. ആദ്യത്തെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,550-ഉം 22,500-നും ഇടയിലാണ് ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റി ഫാർമയ്ക്ക് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, ടെലിഗ്രാം ചാനലുകളുണ്ട്. ഇതൊക്കെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ആപ്പിലും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ നിലവിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് IEXഉം അതുപോലെ തന്നെ മണപ്പുറവുമാണ്. മണപ്പുറം വെള്ളിയാഴ്ചയാണ് റെയിൻ ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വൈകുന്നു എന്നുള്ള രീതിയിൽ RBIയുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട് എന്നുള്ളത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വൈകുന്നതോടുകൂടിയാണ് ആ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോൾ വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് വാർത്ത റെയിൻ ക്യാപിറ്റലിന് അങ്ങനെ ഒരു തടസ്സവുമില്ല, വൈകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സമയം കുറച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല, RBIയുടെ ഭാഗത്ത് ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് വന്നത്. സോ കുറച്ചുകൂടി ക്ലാരിറ്റി ആ ന്യൂസിൽ വരാനുണ്ട്. അതേസമയം IEXൽ നമുക്കറിയാം ഒരു 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 ഫണ്ടമെൻ്റൽസ് അനുസരിച്ച് നീങ്ങാത്തൊരു സ്റ്റോക്കായിട്ട് IEX മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു ഡിസിഷൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽസിൻ്റെ ഒരു മാർക്കറ്റ് ഡീകപ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധി വരാനുണ്ട്. വെള്ളിയാഴ്ചയോട് കൂടി അതിൻ്റെ വിധി വരുമെന്ന് വിചാരിച്ചു, അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സോ അന്ന് വിധി വന്നിട്ടില്ല, പിന്നൊരു ദിവസത്തേക്ക് അതിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് IEXലൊരു റൂമർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ചാഞ്ചാടുന്ന ഒരു സ്റ്റോക്കായിട്ട് IEX മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏകദേശം 84% പവർ ട്രേഡിംഗ് പവറുള്ള അല്ലെങ്കിൽ മോണോപ്പൊളിയുള്ള ഒരു പവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് IEX എന്നത്. അതുപോലെ തന്നെ മറ്റു രണ്ട് ഇൻഡെക്സുകളായിട്ടുള്ള PXIL, HPX ഇങ്ങനെയുള്ള 2-3 ഇൻഡെക്സുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കൂടിയിട്ടുള്ളൊരു പ്രൈസ് ഡിസ്കവറി സെൻട്രൽ സിസ്റ്റം നടത്തും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ IEXനും 3 എക്സ്ചേഞ്ചുകളിലും 3 പ്രൈസുകൾക്കാണ് പവർ താരിഫുകൾ വിൽക്കപ്പെടുന്നത്. പക്ഷേ അത് മാറ്റിയിട്ട് ഒറ്റ ഒരു പ്രൈസ് മെക്കാനിസം സിസ്റ്റം ഉണ്ടാകും. അതോടുകൂടി IEXന് അതിൻ്റെ ഒരു പ്രിഡോമിനൻസി നഷ്ടപ്പെടും, അതിൻ്റെ ഒരു മോണോപ്പൊളി നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിലാണ് IEX ഏറ്റവും കൂടുതൽ ഇടിവ് വന്നത്. അതുപോലെ തന്നെ IEX അത് കോർട്ടിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവസരത്തിൽ IEXന് അനുകൂലമായിട്ട് ഒരു വിധി ഉണ്ടാകും. ഈ ഒരു നിർദ്ദേശിച്ച 2025 ജൂലൈ 23 ഇലക്ട്രിസിറ്റി അപ്പാരറ്റ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധിക്ക് ഇത് ഡീകപ്പിൾ ചെയ്യണമെന്നുള്ളതായിരുന്നു. ജനുവരി 2026 നടപ്പിലാക്കണമെന്നുണ്ടായിരുന്നു. സോ ഈ ഒരു തീരുമാനം വൈകിയാണെങ്കിൽ വീണ്ടും IEXനൊരു ചെറിയൊരു ഭൂമി കിട്ടിയേക്കാം. സോ ഇപ്പോഴത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരു ഓഹരിയായിട്ടാണ് തോന്നുന്നത്. അൺടിൽ വി ആർ ഗെറ്റിംഗ് എ ക്ലിയർ കട്ട് ക്ലാരിറ്റി, ഒന്ന് വിധി വന്ന് അതിലെന്താണെന്നുള്ളത് നെല്ലും പതിനും തിരിച്ചറിഞ്ഞതിന് ശേഷം നിക്ഷേപിക്കാൻ പോകുന്നതായിരിക്കും IEXനെ സംബന്ധിച്ചിട്ട് ബെസ്റ്റ്. ഇപ്പോൾ കുറച്ചു കാലം ഈ ഒരു വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്തേക്കാം, കാരണം ഈ ഒരു ന്യൂസിനനുസരിച്ചിട്ടായിട്ട് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വന്നേക്കാം. സോ IEXൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു അഡ്വൈസ് മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. അതുപോലെ കുറച്ച് മൊമെൻറ്റം കാണിച്ചിരിക്കുന്ന സ്റ്റോക്കാണ് MTAR ടെക്നോളജി എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക ഏകദേശം 2 ലക്ഷം ഓഹരികളാണ് ഈ കമ്പനിയുടെ വാങ്ങിയിരിക്കുന്നത്.
55 കോടി രൂപയുടെ ഡീലാണ് നടന്നിരിക്കുന്നത്. 6% പ്രീമിയത്തിനാണ് ഈ ബാങ്ക് ഓഫ് അമേരിക്ക ഈ MTAR ടെക്നോളജിയുടെ ഓഹരികൾ വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 52 വീക്സ് ആയിട്ടുള്ള ഹൈയിലേക്കാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 6.69% വർധനമാണ് സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. സോ ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ചും എയറോസ്പേസ് അതുപോലെ തന്നെ എനർജി സെഗ്മെൻറ്റിലൊക്കെ കാറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഈ അടുത്തായിട്ടുള്ള വന്നിരിക്കുന്ന ക്വാർട്ടർലി പ്രോഫിറ്റ്സും റവന്യൂ ഒക്കെ തന്നെ കുറച്ച് കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് ഏകദേശം 60% കഴിഞ്ഞൊരു 12 മാസത്തിൽ റാലി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഇപ്പോൾ 2689 ട്രേഡ് ചെയ്യുന്നത്. ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്റ്റോക്ക്. ഒരു ഇമ്മീഡിയറ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 3000 മുകളിൽ അല്ലെങ്കിൽ ഒരു 3000 വരെയെങ്കിലും പ്രതീക്ഷിക്കാം ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ എന്നുള്ളതാണ്. സോ പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണല്ലോ നമുക്കറിയാം. 2400 താഴെ ഒരു സ്റ്റോപ്പ് ലോസ് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് വെക്കുന്നതായിരിക്കും MTAR ടെക്നോളജിയെ സംബന്ധിച്ചിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓസം എൻ്റർപ്രൈസസ് ആണ്. ഓസം എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിട്ട് ജെംസ് ആൻഡ് ജ്വല്ലറി സെഗ്മെൻറ്റിലും വാച്ചസൊക്കെ വിൽക്കുന്നൊരു കമ്പനിയാണ്. ഇൻവെസ്റ്റർ ഡിമാൻഡ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അപ്പർ സർക്യൂട്ടിലൊക്കെ പോയിരിക്കുന്നത്. ഏകദേശം ഡെപ്പോസിറ്റ്സ് ഏകദേശം 7.5% വർധനമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിൽ ഗ്രോത്ത് ഏകദേശം 22.2%. അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ അസറ്റ് ക്വാളിറ്റി മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ഔട്ട് പെർഫോം ചെയ്തിട്ടാണുള്ളത്. ഇപ്പോഴത്തെ ഏകദേശം നിലവാരത്തിൽ 130-131 നിലവാരത്തിലാണ് ഓസം AUSOM ആണ് കേട്ടോ. AUSOM എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഓസം ലിമിറ്റഡ് ആണ്. വെള്ളിയാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. റൈസിംഗ് വെഡ്ജ് പാറ്റേൺ ഒക്കെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് നിഫ്റ്റി ഈ ഓസമിനെ സംബന്ധിച്ചിട്ടൊരു 160 to 170 ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഷോർട്ട് ടേമിൽ ഹോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 100 to 100 താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഓസം എൻ്റർപ്രൈസസിനെ പറ്റി പറയാറുള്ളത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടർലി അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റ് ഏകദേശം 42,219 കോടി രൂപയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റിസൾട്ടിന് ശേഷം നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉയർത്തി വന്നിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 65 മുകളിലാണ്. അതുപോലെ തന്നെ റാമ ഫോർസ്പേസ് എന്ന് പറയുന്നൊരു കമ്പനി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇക്ര അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടു സ്റ്റേബിൾ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഒരു കോൺഫിഡൻസ് ആ ഒരു കമ്പനിയിൽ വന്നതായിട്ട് കാണുന്നു. ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് ഉള്ളത്. റാമ ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിലവാരത്തിൽ ഏകദേശം 182 രൂപ നിലവാരത്തിലാണ് റാമ ഫോസ്ഫേറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 200 വരെയൊക്കെ പോകാനുള്ള കപ്പാസിറ്റി, അതായത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ടുള്ള 216 മുകളിൽ സ്റ്റോക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ ITC കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ടൊബാക്കോ സിഗരറ്റിൻ്റെ മുകളിലുള്ള ടാക്സ് വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 52 വീക്സ് ലോ ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7-8 ട്രേഡിംഗ് സെഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ITC നെഗറ്റീവ് സൈഡിലേക്കാണ് പോയിക്കുന്നത്. ടോട്ടൽ ഡിക്ലൈൻ ഏകദേശം 16.2% അതായത് 16% കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി. എനിക്കൊന്ന് റിമെയിൻ ഇപ്പോഴും ഒരു ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് ITC. റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിലേക്കാണ് നമുക്ക് കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്ക്. ഷോർട്ട് ടു മീഡിയം ഇപ്പോഴും ഒരു വീക്ക് ട്രെൻഡ് തന്നെയാണ്. വലിയൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ WHO നിർദ്ദേശപ്രകാരമുള്ള ടാക്സ് ഇന്ത്യയിലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ടൊബാക്കോ ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള ടാക്സ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ITC സംബന്ധിച്ചത് നെഗറ്റീവ് തന്നെയായിരിക്കും. സോ ITC ഒരു ലോങ് ടേം ട്രെൻഡ് മാത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്, ITC ഒരു പുകയില കമ്പനി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയല്ല. ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ബിസിനസ്സുകൾ വേറെ ഡൈവേർജ് ചെയ്ത് പോയി ഇപ്പോൾ. അതിന് പുറമെ കൺസ്യൂമർ ഗുഡ്സ്, അതുപോലെ തന്നെ പേപ്പർ ബിസിനസ്, അങ്ങനെ പല പല മേഖലകളിലായിട്ട് ഇവർ തിരിഞ്ഞ് ടെക്നോളജി അടക്കമുള്ള മേഖലകളിലേക്ക് ITC തിരിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. സോ മറ്റ് ബാങ്കുകളിൽ സ്ട്രോങ് ആണ്, പക്ഷേ എല്ലാ ബാങ്കുകളിലും മൊമെൻറ്റം വളരെ സ്ട്രോങ് അല്ല. അതിലൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് AU സ്മോൾ ഫിനാൻസ്, അതുപോലെ തന്നെ CSB കാത്തലിക് സിറിയൻ ബാങ്ക് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള Q3 അപ്ഡേറ്റ്സ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്.
ഗ്രോസ് അഡ്വാൻസിൽ മാത്രം ഏകദേശം 29% വർധനമാണ്. അതായത് ലോൺ കൊടുക്കുന്നതിൽ വർദ്ധിക്കുന്ന വർധനവ് 29% 37,208 കോടി രൂപയുടെ ലോണുകളാണ് കമ്പനി Q3 പാസ്സാക്കി വിട്ടിരിക്കുന്നത്. ഗോൾഡ് ലോണിലും വളരെ സ്ട്രോങ് ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. 19,023 കോടി രൂപയുടെ ഗോൾഡ് ലോണ് വന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് ഏകദേശം 40,460 കോടി രൂപയായിട്ട് ഉയർന്നതായിട്ട് CSB ബാങ്ക് പറയുന്നു. കാസ റേഷ്യോ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. ഷെയർ പ്രൈസ് അപ് ട്രെൻഡിലാണ്. അടുത്തൊരു മൂവ് CSB ബാങ്കിനെ സംബന്ധിച്ചിട്ട് 500 മുകളിലേക്ക് 530 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു CSB കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അസറ്റ് ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ബേസിലും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഒരു ബാങ്കിങ് കമ്പനികളിൽ ഒന്നാണ് CSB ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വന്നിരിക്കുന്ന വാർത്ത ONGCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ONGC ജപ്പാനിലെ മിസ്റ്റുയിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെയിൻ ഗ്യാസുകൾ കൊണ്ടുവരുന്നതിനായിട്ടുള്ള വലിയ കപ്പലുകൾ ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾ പുതിയ ഷിപ്പിംഗ് ബിസിനസ്സിലേക്ക് കടക്കുകയാണെന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സർക്കാരിൻ്റെ പിന്തുണ കൂടിയുണ്ട്. കാരണം മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്, ഇവരൊക്കെ മാർഗ്ഗനിർദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നതെന്നുള്ളതാണ്. കാരണം ഒരു ദീർഘകാല മാരിടൈം ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോവാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ലോജിസ്റ്റിക്കിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ചിലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ONGCയുടെ വാല്യൂ ചെയിൻ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ബിസിനസ് രണ്ട് കമ്പനിയും 50-50% ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കും എന്നുള്ളതാണ്. ഏതെയിൻ ഷിപ്പിങ്ങിൻ്റെ ബിസിനസ്സിലേക്കാണ് ഇത് കടക്കുന്നത്. 2 ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കാൻ പോകുന്നത്. ഇത് ഗിഫ്റ്റ് സിറ്റിയിലും അതുപോലെ തന്നെ ഗാന്ധിനഗറിലും ഒക്കെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജോയിൻറ്റ് വെഞ്ചറിലും ഏകദേശം 50% ഓഹരി ONGC കൈയാളും, അതുപോലെ തന്നെ 50% മിത്സുയിയുടെ ഉടമസ്ഥയിലായിരിക്കും. ONGCയുടെ ഓരോ 100 രൂപ മുഖവിലുള്ള ഏകദേശം 2 ലക്ഷത്തോളം ഇക്വിറ്റി സാധ്യതയാണ് കാണുന്നത്. ബിസിനസ് നോക്കുകയാണെങ്കിൽ ഈ ഓരോ ജോയിൻറ്റ് വെഞ്ചറിലും കമ്പനിയിലും അതുപോലെ തന്നെ വെരി ലാർജ് എത്തൈൻ കാരിയർ VLEC എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടുണ്ടാകും. ഈ കപ്പലുകൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏതെയിൻ കൊണ്ടുവരാൻ ഉപയോഗിക്കും. ONGCയുടെ സബ്സിഡറി ആയിട്ടുള്ള ONGC പെട്രോ അഡീഷണൽ ലിമിറ്റഡ് അവരാണ് ഈ അവരുടെ ഏതെയിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് വെഞ്ചർ വന്നിരിക്കുന്നത്. സോ ലോജിസ്റ്റിക് കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് കമ്പനിക്ക് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു നേട്ടമാണ് ഈ ഒരു കമ്പനി. ഇതൊരു വലിയ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റാണ് ONGCയുടെ മിത്സുയി ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ KFCയുടെയും ഒക്കെ തന്നെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ദേവയാനി ഇൻ്റർനാഷണൽ ഇപ്പോൾ ഏകദേശം 139-140 നിലവാരത്തിലാണ് ദേവയാനി ഇൻ്റർനാഷണൽ ഉള്ളത്. ഈ ഒരു കമ്പനി സഫയർ ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടിയുണ്ട്. ഇവർ ഈ ഒരു ദേവാനി ഇൻ്റർനാഷണലിൽ ലയിക്കാൻ പോവുകയാണ്, അവർ മെർജ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഓരോ സഫയർ ഷെയർ ഹോൾഡേഴ്സിനും 177 ദേവയാനിയുടെ ഷെയറുകളാണ് കിട്ടുക. 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന സഫയർ ഫുഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് 177 ദേവയാനി ഇൻ്റർനാഷണൽസിൻ്റെ ഓഹരികളാണ് കിട്ടാൻ പോകുന്നത്. സഫയറിൻ്റെ പ്രൊമോട്ടർ ഏകദേശം 18% ഡൈല്യൂട്ട് ചെയ്യും. ഈ ഒരു അക്വസിഷൻ കൊണ്ട് ദേവയാനി ഇൻ്റർനാഷണലിന് ഏകദേശം 19 KFC റെസ്റ്റോറൻറ്റ്സ് ഹൈദരാബാദിൽ ഏറ്റെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് ഇന്ത്യക്ക് ഏകദേശം 3.2 ബില്യൺ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ടോട്ടൽ അപ്ഫ്രണ്ട് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം 4.1 ബില്യൺ ഇന്ത്യൻ റുപ്പിയുടെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ഡീലാണ്, ഒരു ക്യാഷിൻ്റെ ഡീലാണ് നടക്കാൻ പോകുന്നത്. ഷോർട്ട് ടേമിൽ ഇതൊരു നെഗറ്റീവായിട്ട് ദേവയാനി ഇൻ്റർനാഷണലിനെ ബാധിക്കാമെങ്കിലും ലോങ് ടേമിൽ ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് വാല്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ലോങ് റണ്ണിൽ ഒരു 1 ഇയർ എബവ് പ്രോസ്പെക്ട്സിൽ നമുക്കറിയാം ഈ ഫുഡ് ചെയിനുകളൊക്കെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് പോകുന്നുണ്ട് ഒരു സൈഡിലൂടെ. പക്ഷേ എങ്കിലും യങ്സ്റ്റേഴ്സും യങ് ജനറേഷനൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ലോങ് ടേം പ്രോസ്പെക്റ്റീവ്സ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.2 ബില്യണിൻ്റെ ആനുവൽ സിനർജി, അതായത് റവന്യൂ വരാൻ സാധ്യതയുണ്ട്. 60% ഡെവലപ്മെൻറ്റ്സ് ആണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. സോ DILനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ടേക്ക് ഓവർ മാർക്കറ്റിംഗ്, ഇന്നോവേഷൻ, അതുപോലെ തന്നെ ടെക്നോളജി, സപ്ലൈ ചെയിൻ, ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു QSR പ്ലാറ്റ്ഫോം യുണൈറ്റഡ് പാൻ ഇന്ത്യ ബേസിൽ ഒരു QSR പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കമ്പനിയെ സഹായിച്ചേക്കാം.
സോ ഇതൊരു 2027 കൂടി മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്നാണ് കമ്പനിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇബിറ്റയിൽ ഏകദേശം 500 മില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ നേട്ടം 2028 കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിസ്സ ഹട്ട് ഇതൊക്കെ അവരൊക്കെ ചെയ്ത പോലുള്ള ഒരു കോസ്റ്റ് സേവിങ്സ് സ്ട്രാറ്റജിയാണ് ചെയ്യാൻ പോകുന്നത്. പിസ്സ ഹട്ടിൻ്റെ മാർജിൻ ഏകദേശം ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാല്യൂഷൻ ഏകദേശം 25x EV/EBITDA. അതങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു ഷെയർ വാല്യൂ ഒരു 160-175 നിലവാരത്തിലേക്കെങ്കിലും വേണ്ടതാണ്. ഇപ്പോൾ ഒരു 140 രൂപ അടുപ്പിച്ചാണ് ദിവ്യാൻ ഇൻ്റർനാഷണലിൻ്റെ ഷെയർസ് ഉള്ളത്. സോ താല്പര്യമുള്ളവർക്ക് ലോങ് ടേമിൽ ഞാൻ ഇപ്പോഴും പറയുന്നു കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു 1 to 2 ഇയേഴ്സ് പ്രോസ്പെക്റ്റീവിൽ മാത്രം കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ദിവ്യാൻ ഇൻ്റർനാഷണൽസിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ ഒരു അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ Q3 നമ്പറിന് ശേഷം താരിൽ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് 274 രൂപയിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഏകദേശം 17 രൂപയോളം ഇടിഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത്. Q3 റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ടോട്ടൽ ഇൻകത്തിൽ ഏകദേശം 741 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് 568 കോടി രൂപയായിരുന്നു. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ ഏകദേശം 17.54%. കഴിഞ്ഞ പ്രാവശ്യം 16.76% ഉണ്ടായിരുന്ന മാർജിൻ ഇപ്പോൾ കൂടിയിട്ട് 17.54% കൂടിയിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ. അതുതന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 2025 മൊത്തം മാർജിൻ എന്ന് പറയുന്നത് 17.78%. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 76 കോടി രൂപയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് 55.5 കോടി രൂപയായിരുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 10.26% മാർജിനാണുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 9.7%. 2025 മൊത്തം സാമ്പത്തിക വർഷത്തെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ എന്ന് പറയുന്നത് 10.56%. ഈ Q3 മാത്രമായിട്ട് ഏർണിംഗ് പെർ ഷെയർ 2 രൂപ 46 പൈസയായിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ EPS എന്ന് പറയുന്നത് 5.83%. 5.83 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ 2025 സാമ്പത്തിക വർഷത്തിലെ ഒരു വർഷത്തെ EPS എന്ന് പറയുന്നത് 7.21 രൂപയായിരുന്നു. അപ്പോൾ ഇതുവരെ 9 മാസത്തേക്ക് ഏകദേശം കമ്പനി 9 മാസത്തെ ഏകദേശം 5.83 രൂപയായിട്ട് സ്റ്റോക്ക് അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. പ്രീ മൾട്ടിപ്പിൾസ് ഏകദേശം 29x ഉള്ളത്. 2026 EPS ഏകദേശം 10 രൂപ വരുമെന്നാണ് അനുമാനിക്കുന്നത്. ഒരു ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ ഉള്ളൊരു കമ്പനിയാണ്. ക്യാപിറ്റൽ ഗുഡ്സ് പ്ലേ ആണ്. കമ്പനിയുടെ ഓർഡർ ബുക്ക് 5450 കോടി രൂപയൊക്കെ ഉണ്ട്. ഡിസംബർ 2025 വരെയുള്ള കണക്കാണ്. 665 കോടി രൂപയുടെ ഓർഡർ ഏകദേശം റിസീവ്ഡ് ആയിട്ടുണ്ട് Q3. എൻക്വയറി ഏകദേശം 16,500 കോടി രൂപയുടെ എൻക്വയറി ഉണ്ടെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. അത് നെഗോസിയേഷൻസിലാണ് എന്നും പറയുന്നു. 2026 റവന്യൂ ടാർഗറ്റ് ഏകദേശം 2600 കോടി രൂപയാണ്. കമ്പനിയുടെ ഒരു ലോങ് ടേം ഗ്രോത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. 2028-29 ആകുമ്പോഴേക്കും റവന്യൂ ഏകദേശം ഒരു $1 ബില്യൺ എത്തുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. കാരണം CRGO ഇതൊക്കെ തന്നെ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇബിറ്റ മാർജിൻ 250 ബേസിസ് പോയിൻ്റ് ആണ് Q1 ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8,800 കോടി രൂപയായിരുന്നു. ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ബാലൻസ് ഷീറ്റാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് സെക്ടർ ട്രാൻസ്ഫോമർ മേക്കറാണ് കമ്പനി എന്ന് പറയുന്നത്. ലോങ് ടേം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി വളരെ സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത്. ട്രാൻസ്ഫോമർ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 270-75 നിലവാരത്തിലാണ് താരിലുള്ളത്. ഈ റിസൾട്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു ടാർഗറ്റ് 320 to 340 ആ ഒരു റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കൂടുതൽ സ്റ്റോക്കുകളുണ്ട്, പക്ഷേ നമ്മുടെ സമയം 35 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. മറ്റുള്ള നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്യാം. ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, പക്ഷേ ടൈം കൺസ്ട്രെയിൻ ഉള്ളത് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിക്കുന്നു. നല്ല നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള അവസരമാവട്ടെ. ട്രംപോ എന്തൊക്കെ ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ഒരു അറുതി ഉണ്ടാകും. ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തോടു കൂടി ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.